everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3rd സെമസ്റ്റർ BCom FIUGP കുട്ടികളുടെ സബ്ജക്റ്റാണ് ബിസിനസ് റെഗുലേഷൻസ്. അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നിരുന്നത്. സോ ചാപ്റ്റർ 12 വരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഈ ബിസിനസ് റെഗുലേഷൻസിൻ്റെ ഫുൾ നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കുക. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്തിടുക, ലിങ്ക് താഴെയുണ്ട്. അതേപോലെ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സും നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇൻഫോർമേഷൻസൊക്കെ നമ്മൾ ഇൻസ്റ്റാ ത്രൂവും പിന്നെ നമുക്ക് FIUGP കുട്ടികൾക്ക് മാത്രമായിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലൂടെയാണ് അറിയിക്കുക. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്കും താഴെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ സബ്ജക്റ്റിൻ്റെ ട്യൂഷനും ഒരു ക്രാഷ് കോഴ്സ് പോലെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ 13 ആണ് ഇനി എടുക്കാനുള്ളത്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്സ് ആൻഡ് റെമഡീസ്. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ചാപ്റ്റേഴ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു കോൺട്രാക്ട് എന്താണ്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ്, ദെൻ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്, അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ ബ്രീച്ചിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ 12th ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരാറ് ലംഘനം നടത്തുക. അതായത് നമ്മളിപ്പോൾ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ലിഗേഷൻസ് ഉണ്ടായിരിക്കും, അത് ചെയ്യാതെ വരുന്നൊരു സമയത്തിനെയാണ് നമ്മൾ കരാറ് ലംഘനം എന്ന് പറയാം. ഓക്കെ, അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത് എന്താണ്, അതിന് എന്തൊക്കെ റെമഡീസ് ഉണ്ടെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് റെമഡീസാണ് നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം മുകളിൽ കൊടുത്തിട്ടുണ്ട്, എവ്രി കോൺട്രാക്ട് ഇമ്പോസസ് ഒബ്ലിഗേഷൻസ് ഓൺ ബോത്ത് ദ പാർട്ടീസ് ടു പെർഫോം ദെയർ റെസ്പെക്റ്റീവ് പ്രോമിസസ്. നമ്മൾ എല്ലാ കോൺട്രാക്റ്റിലും 2 വ്യക്തികൾ ഉണ്ടെങ്കിൽ ആ 2 വ്യക്തികളും ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ ഒബ്ലിഗേഷൻസ് എന്ന് പറയാം. ഇപ്പോൾ ഒരു വണ്ടി നമ്മൾ വിൽക്കുകയാണെങ്കിൽ വണ്ടി കൃത്യസമയത്ത് വിൽക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ, ആ വണ്ടി വാങ്ങിച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ള പൈസ പറഞ്ഞ സമയത്തിനുള്ളിൽ എന്നെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് വണ്ടി വാങ്ങുന്ന ആൾ ചെയ്യേണ്ട ഒബ്ലിഗേഷൻ. ഓക്കെ, ആളുടെ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ തീർച്ചയായിട്ടും പ്രോമിസ് ചെയ്ത പോലെ തന്നെ പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. വെൻ വൺ ഓഫ് ദം ഫെയിൽസ് ഓർ നെഗ്ലെക്ട്സ് ഓർ റിഫ്യൂസസ് ടു പെർഫോം ഹിസ് പ്രോമിസ്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് പോലെ പെർഫോം ചെയ്യാനായിട്ട് ഫെയിൽ ആവുകയോ മനഃപൂർവ്വം അത് റിഫ്യൂസ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഹി ഈസ് സെഡ് ടു ഹാവ് കമ്മിറ്റഡ് എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. അപ്പോൾ നമ്മൾ പറയും ആ വ്യക്തി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ചെയ്തു, അതായത് കരാറ് ലംഘനം നടത്തി. ഇപ്പം ഞാൻ പറയാണ് വണ്ടി തരാം എന്ന് പറഞ്ഞ് നിങ്ങൾ പൈസ ആയിട്ട് വരുന്ന സമയത്ത് ഞാൻ പറയാണ് വണ്ടി തരില്ല എന്നുള്ളത്. അപ്പം അത് ഞാൻ എന്താണ് ചെയ്തത്, റെഫ്യൂസ് ടു പെർഫോം അല്ലേ, ഞാൻ അത് പെർഫോം ചെയ്യാനായിട്ട് റെഫ്യൂസ് ചെയ്തു. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അല്ലെങ്കിൽ കരാറ് ലംഘനം എന്നൊക്കെ പറയുന്നത്. ഇനി ഫോളോയിങ്സ് ആർ ദി റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. അപ്പോൾ എന്തൊക്കെയാണ് റെമഡി? ഇങ്ങനെ നമ്മൾ ഒരാൾ അല്ലെങ്കിൽ ചില സമയത്ത് 2 പേരും കരാർ ലംഘനം നടത്തും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് ആണ്. റെസിഷൻ മീൻസ് ക്യാൻസലേഷൻ, റിവോക്കേഷൻ or putting an end to a contract where one of the parties to contract commits breach, the other party treats the contract as rescinded or cancelled or refuses the further performance. അതായത് ഇപ്പം 2 വ്യക്തികളുണ്ട്, അതിലിപ്പം ഞാൻ പറയാണ് ഞാൻ എൻ്റെ വണ്ടി വിൽക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്ക് എന്ത് ചെയ്യാം, ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയാണ് എനിക്ക് പൈസ തരാൻ ഇപ്പോൾ എൻ്റെ പൈസ ഇല്ല, വണ്ടി വാങ്ങാനുള്ള പൈസ എൻ്റെ ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഓക്കെ പൈസ ഇല്ലെങ്കിൽ വണ്ടിയും ഇല്ല, ഞാൻ ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാണ് എന്ന് പറയും. അപ്പം അതിനെ ആ ഒരു ക്യാൻസലേഷനെയാണ് നമ്മളിവിടെ റെസിഷൻ എന്ന് പറയുന്നത്. ക്യാൻസലേഷൻ. അപ്പോൾ ക്യാൻസലേഷനാണ് ഇവിടുത്തെ കീ ടേം ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഇനി അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കേസ് പറഞ്ഞു, റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തേതാണ് സ്യൂട്ട് ഫോർ ഡാമേജസ്. ഓക്കെ, വെൻ എ കോൺട്രാക്ട് ഇസ് ബ്രോക്കൺ ദ ഇഞ്ചേർഡ് പാർട്ടി ക്യാൻ ക്ലെയിം ഡാമേജസ് ഫ്രം ദി അതർ പാർട്ടി. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കരാർ ലംഘനം നടത്തുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം അല്ലേ. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ് 1 lakhനാണ് ഞാൻ വണ്ടി നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നത്. അപ്പോൾ മൺഡേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വരുവാണെങ്കിൽ 1 lakhന് ഞാൻ എൻ്റെ വണ്ടി തരാം എന്നുള്ള രീതിക്കാണ് പ്രോമിസ് ഉണ്ടായിരുന്നത്, കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ട്, നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ് ഞാൻ നിങ്ങൾക്ക് 1 lakhന് തരുന്നത്. കാരണം സൺഡേ, അതിൻ്റെ തലേ ദിവസം സൺഡേ ഒരാൾ
അതായത് 1,20,000 രൂപയ്ക്ക് വണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ് നിനക്ക് 1,00,000 വണ്ടി തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ആൾ ഓക്കെ ഒക്കെ പറഞ്ഞ് നമ്മൾ കോൺട്രാക്റ്റൊക്കെ സെറ്റാക്കിയതാണ്. ദെൻ ആള് മൺഡേ മോർണിംഗ് നമ്മുടെ അടുത്ത് വന്ന് പറയുകയാണ്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ വണ്ടി വാങ്ങുന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇവിടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ. തലേ ദിവസം ആ ഒരു വണ്ടി വിൽക്കുവാണെങ്കിൽ 1,20,000 രൂപയ്ക്ക് എനിക്ക് വണ്ടി കിട്ടേണ്ടതാണ് അല്ലേ, സോറി വണ്ടി കൊടുക്കേണ്ടതാണ്. പക്ഷെ അവിടെ നമുക്ക് 20,000 രൂപയുടെ ഒരു നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. കൂടുതൽ പൈസ കിട്ടേണ്ടതായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ആ ഒരു നഷ്ടം വന്ന തുക എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഇഞ്ചേർഡ് പാർട്ടിക്ക് മറ്റാളുടെ കയ്യിൽ നിന്ന് വാങ്ങാനായിട്ട്, ക്ലെയിം ചെയ്യാനായിട്ട്, ക്ലെയിം ഡാമേജസ് ഫ്രം ദി അതർ പാർട്ടി എന്നാണ് പറയുന്നത്. അതാണ് സ്യൂട്ട് ഫോർ ഡാമേജ്. നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഡാമേജ് എന്നോട് ഉദ്ദേശിക്കുന്നത് കേടുപാട് പറ്റാനുള്ള ഒരു അർത്ഥം മാത്രമല്ല, നമുക്ക് വരുന്ന എന്ത് നഷ്ടത്തെയും നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി കൈൻഡ്സ് ഓഫ് ഡാമേജസ്, പല തരത്തിലുള്ള ഡാമേജുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. 4 രീതിയിലാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, general or ordinary or compensatory damages. Then second one, special damages. Third one, exemplary or punitive or vindictive damages. Then fourth one, nominal damages. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജനറൽ ഓർ ഓർഡിനറി ഓർ കോമ്പൻസേറ്ററി ഡാമേജസ് ആണ്. When a contract has been broken, the injured party can recover from the other party. Such damages are naturally and directly arose in the usual course of things from the breach എന്നാണ് പറയുന്നത്. അതായത് സാധാരണ രീതിയിൽ നടക്കുന്ന ഡാമേജസ് ആണ് ഈ ജനറൽ ഓർ ഓർഡിനറി ഓർ കോമ്പൻസേറ്ററി ഡാമേജസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു വ്യക്തി ആ ഒരു കോൺട്രാക്റ്റ് ബ്രോക്കൺ ചെയ്തു, അല്ലെങ്കിൽ ബ്രീച്ച് നടത്തി, കരാർ ലംഘനം നടത്തി എന്നുണ്ടെങ്കിൽ ഇഞ്ചേർഡ് പാർട്ടിക്ക് മറ്റേ പാർട്ടിയുടെ, ഓപ്പോസിറ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് അത് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞു, നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം. അതിന് എത്രയാണോ ലോസ് വന്നിരിക്കുന്നത് അത് റിക്കവർ ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് സാധാരണ രീതിയിലുള്ള ഒരു എന്താ പറയുക, ബ്രീച്ച് നടക്കുമ്പം ചെയ്യുന്നൊരു കാര്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ഡാമേജ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ഡാമേജ് ആണ്. അതായത് ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ബ്രീച്ച് നടത്തുന്ന സമയത്ത് നഷ്ടം വരുവാണെങ്കിൽ അത് നമുക്ക് നികത്താൻ പറ്റുന്ന രീതിയിലുള്ള ഡാമേജ്. ഇനി സ്പെഷ്യൽ ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these are damages which result from a breach of contract under some special or unusual circumstances. എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം മൂലം ബ്രീച്ച് ആവുകയും അതുമൂലം ഉണ്ടാകുന്ന ഡാമേജ് ആണ് സ്പെഷ്യൽ ഡാമേജ്. അത്ര തന്നെ എഴുതിയാൽ മതി. അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ഓർ അൺയൂഷ്വൽ സർക്കംസ്റ്റൻസസ് കൊണ്ട് ഉണ്ടാകുന്ന, ബ്രീച്ച് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡാമേജ്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് എക്സംപ്ലറി ഓർ പെനറ്റീവ് ഓർ വിൻഡിക്റ്റീവ് ഡാമേജസ് ആണ്. സോ ദീസ് ആർ awarded with a view to punishing the guilty party for the breach and not with the idea of awarding the compensation to the injured party. അപ്പം ഇവിടെ നമ്മൾ ആൾക്ക് പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഡാമേജ് ആയിരിക്കും. അതായത് ആദ്യത്തെ കേസിലൊക്കെ നമുക്ക് എന്തെങ്കിലും പൈസ തന്നാൽ മതി, കോമ്പൻസേഷൻ തന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ കോമ്പൻസേഷനിലൊന്നും അത് ഒതുങ്ങില്ല, ആൾക്ക് പണിഷ്മെന്റ് വരെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡാമേജ് അവിടെ നടന്നിട്ടുണ്ടായിരിക്കും. അപ്പം അത്തരം ഡാമേജിനെയാണ് തേർഡ് കേസിൽ പറയുന്നത്. ഇനി ഫോർത്ത് കേസ് എന്ന് പറയുന്നത് നോമിനൽ ഡാമേജസ് ആണ്. നോമിനൽ ഡാമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി, അതായത് നമ്മൾ പറയില്ല ഇപ്പോൾ പേരിന് മാത്രമുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള ഡാമേജസ്, അതിനെയാണ് നോമിനൽ ഡാമേജസ് എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്ന 4 തരത്തിലുള്ള ഡാമേജുകൾ. ഇനി അടുത്തത് വേറൊരു ഹെഡിങ്ങിൽ ഇവിടെ കൊടുത്തേക്കാണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്നത്. സോ ലിക്വിഡേറ്റഡ് ഡാമേജസ് ആർ ദി ജെന്യൂൻ പ്രീ എസ്റ്റിമേറ്റ് ഓഫ് ദി പ്രോബബിൾ ലോസ്. It is the amount agreed between the parties in case of breach of contract, is in the nature of a fair and honest pre-estimation of the probable damages. അതായത് ഇപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ നമ്മൾ മുന്നേ കൂട്ടിയിട്ട് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കും. അതായത് ഇൻ കേസ് ഇതിലാരെങ്കിലും ഒരാൾ ഈ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ ഇത്ര രൂപ നഷ്ടം വരും എന്നുള്ളത് നമ്മൾ മുന്നേ കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയാം. ഇത് കൃത്യമായിട്ട് നമ്മൾ പ്രീ എസ്റ്റിമേറ്റ് ചെയ്ത് പ്രോബബിൾ ലോസ്, ഇങ്ങനെ ഒരു ലോസ് ഉണ്ടാവുകയാണെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ലോസ് വരും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പ്രീ എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയാം.
ദെൻ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ടു അവോയ്ഡ് അൺസർട്ടനിറ്റീസ് ഓഫ് ദ എമൗണ്ട് ഓഫ് ഡാമേജ്. ചിലപ്പോൾ ആൾ പറയും എനിക്ക് ഇത്ര രൂപയിലുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ അതിന് കൂടുതൽ എമൗണ്ട്, എനിക്കൊരു ചിലപ്പോൾ 1,00,000 രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷെ ആ ലാസ്റ്റ് മൊമെൻറ്റിലായതുകൊണ്ട് ആൾ പറയും എനിക്ക് 2,00,000 രൂപയ്ക്ക് ഇത് വേണം, എനിക്ക് ഡാമേജ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ 2,00,000 രൂപ എനിക്ക് തരണം എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ പറയാതിരിക്കാനാണ് മുന്നേ കൂട്ടി നമ്മളത് പ്രീ എസ്റ്റിമേറ്റ് ചെയ്ത് എഴുതി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള അൺസർട്ടനിറ്റീസ് ഓഫ് ദ എമൗണ്ട് ഓഫ് ഡാമേജസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ദെൻ രണ്ടാമത്തെ കേസ് പറയുന്നത് ടു അവോയ്ഡ് എക്സ്പെൻസസ് ഓഫ് പ്രൂവിങ് ഡാമേജസ് ഇൻ ദ കോർട്ടാണ്. അതായത് നമുക്ക് ചിലപ്പോൾ കോടതിയിൽ പോയിട്ട് നമുക്ക് ഈ ഡാമേജ് ഇത്ര രൂപയുടെ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ചിലപ്പോൾ കൂടുതൽ എമൗണ്ടൊക്കെ ആളിട്ടെന്ന് വരും. അപ്പം അതൊക്കെ അങ്ങനെയുള്ള കേസുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ കൃത്യമായിട്ട് ജെന്യൂനായിട്ട് പ്രീ എസ്റ്റിമേറ്റ് ചെയ്ത് വിൽക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് വിളിക്കുക. ഇത് നമ്മൾ ഈ ടൈപ്സ് ഓഫ് ഡാമേജസിൻ്റെ കേസിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യരുത്, ഇത് വേറെ തന്നെ ഒരു ഹെഡിങ് ആയിട്ട് കൊടുത്തേക്കുവാണ്. ഇനി അടുത്തൊരു ഹെഡിങ് ആണ് പെനാൽറ്റി എന്ന് പറയുന്നത്. പെനാൽറ്റി ഈസ് സം നെയിംഡ് ഇൻ ദ കോൺട്രാക്ട് അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് ഫോർമേഷൻ വിച്ച് ഈസ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ടു ദ ഡാമേജ് ലൈക്ലി ടു അക്യൂർ ആസ് എ റിസൾട്ട് ഓഫ് ദ ബ്രീച്ച്. അതായത് ഇൻ കേസ് ബ്രീച്ച് ആവുന്ന സമയത്ത് ഇത്ര രൂപ പെനാൽറ്റി കൊടുക്കേണ്ടി വരും എന്നുള്ളതും നമ്മൾ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ഫോർമേഷൻ്റെ ടൈമിലേ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ബ്രീച്ച് നടത്തുകയാണെങ്കിൽ ആ ബ്രീച്ച് നടത്തുന്ന ആൾ ഒരു 10,000 റുപ്പീസിൻ്റെ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ ഫോർമേഷൻ്റെ ടൈമിലേ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ പെനാൽറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ തേർഡ് കേസ് എന്ന് പറയുന്നത് സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞത് സ്യൂട്ട് ഫോർ ഡാമേജസ്, ഒന്നാമത്തെ കേസ് റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ മൂന്നാമത് നമ്മൾ നോക്കാൻ പോവാണ് സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് കേസ് നോക്കാം. ദ ടേം ക്വാണ്ടം മെറിറ്റ് ലിറ്ററലി മീൻസ് ആസ് പ്രൊപ്പോർഷൻ ടു ദ വർക്ക് ഡൺ. ഇതിൽ പറയുകയാണെങ്കിൽ in legal sense it means payment in proportion to the work done for reasonable value for work done or services rendered. That is, when a person had done some work under a contract and the other party repudiates the contract or some event happens which makes the further performance of the contract impossible, then the party who has performed the work can claim remuneration for the work he has already done. Simple ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ലൈൻ പഠിച്ചു വെച്ചാൽ മതി. ആസ് പ്രൊപ്പോർഷനേറ്റ് ടു ദ വർക്ക് ഡൺ. അതായത് നമ്മൾ എത്രയാണോ പണിയെടുത്തത് അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു പേയ്മെൻ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്, അല്ലേ? ഇപ്പം നമ്മൾ പറയാണ് 1 മണിക്കൂറിന് നിങ്ങൾക്ക് 1000 രൂപ തരും എന്ന് ഞാൻ പറയണം. 1 മണിക്കൂർ നിങ്ങൾ പണിയെടുത്തു കഴിഞ്ഞാൽ 1000 രൂപ തരും എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഡെയിലി. അപ്പം 10 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് 10,000 രൂപയാണ് നിങ്ങൾക്ക് തരേണ്ടത്, അല്ലേ? അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്രയാണോ പണി ചെയ്തത് അതിന് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നമ്മൾ തരുന്നതെന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് തരാതെ ആവുന്ന സമയത്ത് പല ഇഷ്യൂസും സംഭവിക്കും, ഇല്ലേ? അപ്പോൾ സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമ്മൾ എത്ര രൂപയ്ക്കാണോ പണിയെടുത്തത് അതിനുള്ള ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുക. അത് തന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഫർദർ പ്രൊസീജിയേഴ്സിലേക്ക് കടക്കാം എന്നാണ്, ക്ലെയിം ചെയ്ത് വാങ്ങാം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ക്ലെയിംസ് ഫോർ ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴൊക്കെയാണ് നമ്മൾ പണി ചെയ്തതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് നമുക്ക് ആവശ്യപ്പെടാൻ പറ്റുക, ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഫസ്റ്റത്തെ കേസ് പറയുന്നത് വെൻ എ കോൺട്രാക്ട് ഇസ് ഫൗണ്ട് ടു ബി വോയിഡ്, ആ ഒരു കോൺട്രാക്ട് വോയിഡ് ആണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം നമുക്ക് ആവശ്യപ്പെടാം. വെൻ സംതിങ് ഈസ് ഡൺ വിത്തൗട്ട് ഇൻ ഇൻറ്റൻഷൻ ടു ഡു സോ ഗ്രാറ്റുറ്റോസ്ലി, അതായത് എന്തെങ്കിലും ഉദ്ദേശമില്ലാതെ സൗജന്യമായിട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ വെൻ എ കോൺട്രാക്ട് ഇസ് ഡിവിസിബിൾ, വെൻ വൺ പാർട്ടി അബാൻഡൻസ്, വെൻ ആൻ ഇൻഡിവിസിബിൾ കോൺട്രാക്ട് ഇസ് പെർഫോംഡ് ബാഡ്ലി. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻ മോശമായി നടപ്പിലാവുമ്പോൾ ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ നമുക്കിത് ക്ലെയിം ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി നാലാമത്തെ കേസാണ്, നമുക്ക് 5 കേസാണുള്ളത്. സെക്കൻഡ് ലാസ്റ്റ് എണ്ണമാണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട്. In certain cases, damages are not an adequate remedy for the breach of the contract. In such circumstances, the court directs the defaulting party the carry out of the contract specifically. That is, according to the terms of the contract. This is known as specific performance. അതായത്
ഇപ്പം ചില കേസിൽ നമുക്ക് ഒരു കോമ്പൻസേഷൻ തന്നതുകൊണ്ടോ നമ്മുടെ ഡാമേജിനുള്ള പൈസ തന്നതുകൊണ്ടോ ഒന്നും അത് മതിയാവാതെ വരും. ആ പെർഫോം ചെയ്തേ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻ വരും. അപ്പം അങ്ങനെയുള്ള കേസിൽ കോർട്ട് നമ്മുടെ അടുത്ത് പറയും, നിങ്ങൾ കോമ്പൻസേഷൻ കൊടുത്തിട്ടൊന്നും കാര്യമില്ല, എന്താണോ കോൺട്രാക്റ്റിൽ പറഞ്ഞത് അതേപോലെ തന്നെ പോയിട്ട് പെർഫോം ചെയ്യൂ എന്ന് കോർട്ട് നമ്മൾ നിർദ്ദേശിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ എന്നുള്ളത്. ആൻഡ് ഇൻജങ്ഷൻ ഈസ് എ കോർട്ട് ഓർഡർ. ഇതും ഒരു കോർട്ട് ഓർഡർ തന്നെയാണ്. ഇൻ കേസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആൻഡ് ഇൻജേർഡ് പാർട്ടി ക്യാൻ അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ് ഗെറ്റ് എ നെഗറ്റീവ് ഇൻജങ്ഷൻ ദാറ്റ് ഈസ് ക്യാൻ an order prohibiting a party from doing something. Injunction are usually granted to enforce negative stipulations in cases where damages are not adequate relief. A suit for injunction സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കോർട്ടിൻ്റെ അടുത്തേക്ക് എന്താണ്, ഇതൊരു കോർട്ട് ഓർഡർ ആണ്, നമ്മളിവിടെ കോർട്ടിൻ്റെ അടുത്തേക്കാണ് ചോദിക്കുന്നത് ഈ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കോർട്ടിൻ്റെ അടുത്തൊന്നൊരു റിക്വസ്റ്റ് ചെയ്യുന്ന പോലെയാണ് ആക്ച്വലി. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്കൊരു ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പം ഈ ഒരു അപ്പു എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ മുൻപിലാണ് ഒരാൾ, രാഹുൽ എന്ന് പറയുന്ന വ്യക്തി, വോള് പണിയുന്നത്. ഓക്കെ, ഒരു വോള്, ഒരു മതിൽ പോലെ പണിയുന്നത്. അപ്പോൾ അപ്പുവിന് തീർച്ചയായിട്ടും ഇത് പരാതിപ്പെടാം, ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യണം, ഇതിൻ്റെ പണി നിർത്തിവെക്കാനായിട്ടുള്ള രീതിയിൽ കോർട്ടിൻ്റെ അടുത്ത് പറയാം. അപ്പോൾ അതിനെയാണ് സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ എന്ന് പറയാം. അപ്പോൾ അതൊന്ന് സിമ്പിളായിട്ട്, ഇപ്പോൾ ഈ ഒരു ഇൻജങ്ഷൻ ഈസ് എ കോർട്ട് ഓർഡർ എന്നുള്ളത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ളൊരു ലൈൻ എഴുതി വെക്കാം. ഇതിലെ കുറച്ച് ടഫായിട്ടുള്ള ലൈൻസ് ആണ്. സോ ഒരു സിമ്പിളായിട്ടുള്ള ലൈൻ എഴുതി വെക്കാം. ഇറ്റ് ഈസ് എ ലീഗൽ ആക്ഷൻ എന്നുള്ളത് ആദ്യം തന്നെ എഴുതണം. ഇറ്റ് ഈസ് എ ലീഗൽ ആക്ഷൻ brought in court asking a judge to order someone to do something, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ or stop ഡൂയിങ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം നിർത്താനോ, ചെയ്യുന്നത് നിർത്താനോ. അപ്പോൾ ഇതിൽ ഡൂവും സ്റ്റോപ്പും ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് ഫോർ മണി, നമ്മൾ നേരത്തെ കണ്ടു, നമുക്ക് എന്താ പറയുക, പെനാൽറ്റിയുടെ കേസും അല്ലെങ്കിൽ നമുക്ക് പൈസ വാങ്ങാം എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ഡാമേജസ് പറ്റുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് ഫോർ മണി യു ആർ ആസ്കിങ് ദ കോർട്ട്, നിങ്ങൾ കോർട്ടിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. യു ആർ ആസ്കിങ് ദ കോർട്ട് ടു കൺട്രോൾ someone's actions to prevent harm. ഇപ്പം നമ്മുടെ ഷോപ്പിൻ്റെ മുൻപിൽ മതിൽ പോലെ പണിയാന്ന് പറയുന്നത് നമുക്കത് ഹാംഫുൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ, നമുക്കത് പറ്റില്ല അതങ്ങനെ സമ്മതിച്ചു കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ആ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി മതിൽ പണിയുന്നത് നിർത്തിവെക്കാനായിട്ട് അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കോർട്ടിൻ്റെ അടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതേപോലെ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ അപ്പുവിൻ്റെ ഷോപ്പിന് മുൻപിൽ രാഹുൽ മതിൽ പണിയുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ എക്സാമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി വെച്ചോളൂ ഈ ഒരു ടോപ്പിക്കിൻ്റെ താഴെ. അപ്പോൾ എക്സാമ്പിൾസ് എഴുതുന്നതിലാണ് ഈ സബ്ജക്റ്റിന് മാർക്ക്. അപ്പോൾ ഓരോ ടോപ്പിക്കിലും നിങ്ങൾക്ക് അറിയുന്ന പോലെ എക്സാമ്പിൾസ് എഴുതി വെക്കുക. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഓരോ എക്സാമ്പിൾ പറയുന്ന സമയത്തും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ നോട്ട് ചെയ്ത് വെക്കൂ. അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെയെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്കത് പിന്നീട് വായിക്കുന്ന സമയത്ത് ഓർമ്മയുണ്ടാവും. എക്സാമിന് ഇംഗ്ലീഷിൽ തന്നെ അത് എഴുതി വെക്കുക കേട്ടോ എക്സാമ്പിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ 13th ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 13 ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നോക്കി ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ കണ്ടിട്ടില്ലേന്നൊന്ന് ഉറപ്പ് വരുത്താം. അതേപോലെ നോട്ട്സിനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ എടുത്ത് നോക്കുക, ലിങ്ക് താഴെയുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇൻഫോർമേഷൻസും നമ്മൾ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ഇൻസ്റ്റയും ഒഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പും കൂടിയിട്ടൊന്ന് ജോയിൻ ചെയ്ത് വെക്കാം. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്ന പിടിക്കുന്ന പോർഷൻസൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.